നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ബെൽജിയം എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് ബ്രസൽസിലെ ഒരു ഹോട്ടലിൽ ലഞ്ച് കഴിക്കുന്നിടത്താണ്. ഇനി നമ്മൾ ബ്രസൽസിലെ സിറ്റി ടൂറിനായാണ് പോകുന്നത്. നമ്മളെ നയിക്കാനായി ഒരു ലോക്കൽ ഗൈഡ് വഴിയിൽ നമ്മളെ കാത്തു നിൽപ്പുണ്ട്. അവരുടെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇന്നിവിടെ തിരക്ക് വളരെ കുറവാണ്. അതിന് കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളാണ്. ബെൽജിയവും സ്വീഡനും തമ്മിൽ നടന്ന ഒരു ഫുട്ബോൾ മാച്ചിനോടനുബന്ധിച്ച് ഒരു സംഘർഷമുണ്ടായി. സംഘർഷം അടിപിടിയിലും വെടിവയ്പ്പിലും കലാശിച്ചു. 3 പേർ മരിച്ചു. അതിനോടനുബന്ധിച്ച് ഇന്നലെ ഇവിടെ ഹർത്താൽ പോലെയായിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല. പണിമുടക്കും കടമുടക്കും ഒക്കെ ആയിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് റോഡിൽ ഇന്നത്തെ ഈ തിരക്ക് കുറവിന് കാരണമെന്നാണ് ഷാജി പറയുന്നത്. മുമ്പ് ഇവിടെ വന്നപ്പോഴൊക്കെ അഭൂതപൂർവമായ തിരക്കാണ് ഈ നഗരത്തിൽ അനുഭവപ്പെട്ടതെന്നാണ് പറയുന്നത്. നല്ല ഭംഗിയും വൃത്തിയുമുള്ള റോഡുകളും പരിസരവുമാണ് എവിടെയും കാണാൻ കഴിയുന്നത്. റോഡിന് ഇരുവശവുമുള്ള കെട്ടിടങ്ങളും മറ്റ് നിർമ്മിതികളും ഒരു പ്രത്യേക ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയും. അതേക്കുറിച്ച് പിന്നീട് വിശദീകരിക്കാം. നിരത്തിൽ വാഹനങ്ങൾ തീരെ കുറവാണ്. അതിന് കാരണം ഇവിടെ ആളുകൾ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മൾ ഇന്നലെ കണ്ട പോലുള്ള കിക്ക് സ്കൂട്ടറും പിന്നെ സൈക്കിളുകളും ഇവിടുത്തുകാർ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഈ യൂറോപ്പിലെ ആളുകൾ സൈക്കിൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ആദ്യം ആശ്ചര്യമാണ് തോന്നിയത്. ഇവിടെ വലിപ്പ ചെറുപ്പമില്ലാത്ത ആളുകൾ സൈക്കിൾ ഉപയോഗിക്കുന്നു. സമ്പന്നരും ഉന്നത ഉദ്യോഗസ്ഥരും വരെ സൈക്കിൾ ചവിട്ടി പോകുന്നത് കാണാൻ കഴിയും. ഹൈ പ്രൊഫഷണൽ ടൈയൊക്കെ കെട്ടി ഷർട്ട് ഡക്കിൻ ചെയ്ത് വെൽ ഡ്രസ്സിൽ സൈക്കിൾ ചവിട്ടി പോകുന്ന കാഴ്ച നമുക്ക് കൗതുകമുണ്ടാക്കും. സൈക്കിൾ ഉപയോഗം ഇതിനേക്കാൾ കൂടുതലുള്ള രാജ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. രസകരമായ ആ കാഴ്ചകൾ തുടർന്ന് കാണാം. അതാ നിൽക്കുന്നു നമ്മളെയും കാത്ത ഗൈഡ്. ഞങ്ങളിവിടെ ഇറങ്ങി. ഇനി നടന്ന് കാണാനുള്ള കാഴ്ചകളാണ്. നമ്മളെ നയിക്കുന്ന ഗൈഡാണ് ഈ നല്ല സുന്ദരി അമ്മുമ്മ. അമ്മുമ്മയൊന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. തണുപ്പ് എങ്ങനെയുണ്ടെന്നും തണുപ്പായതിനാലാണ് താൻ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നതെന്നും ഗൈഡ് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് തണുപ്പില്ല എന്നും ഈ തണുപ്പ് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്നും ഞങ്ങൾ മറുപടിയും പറഞ്ഞു. തുടർന്ന് ഇന്ന് കാണാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ചെറിയൊരു വിവരണം തന്നു. തുടർന്ന് ഞങ്ങളെയും നയിച്ച് മുന്നേ നടന്നു. ആദ്യം ഞങ്ങൾ എത്തിയത് ഒരു കത്തീഡ്രലിന് മുന്നിലാണ്. കത്തീഡ്രലിന് മുന്നിലായി വൃക്ഷങ്ങൾ നട്ടുവളർത്തിയ ഒരു പൂന്തോട്ടമുണ്ട്. നമ്മുടെ കണിക്കൊന്ന പോലുള്ള ഏതോ ഒരു വൃക്ഷമാണ് നട്ടുവളർത്തിയിരിക്കുന്നത്. ഇത് ബ്രസൽസിലെ ഒരേ ഒരു കത്തീഡ്രലാണ്. സാധാരണ ഒരു നഗരത്തിൽ ഒരു കത്തീഡ്രൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ചർച്ചുകൾ പലതും ഉണ്ടാകും. ഈ കത്തീഡ്രൽ ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇതൊരു കത്തീഡ്രലാണ്. സെന്റ് മൈക്കിൾ ആൻഡ് സെന്റ് ഗുഡിലാസ് കത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ പേര്. 2 വിശുദ്ധന്മാരുടെ പേരിലുള്ള കത്തീഡ്രൽ. ഇതൊരു റോമൻ കാത്തലിക് കത്തീഡ്രലാണ്. ഇതിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല.
എങ്കിലും 9-ാം നൂറ്റാണ്ട് മുതൽ ഇതിവിടെ ഉണ്ടായിരുന്നതായി രേഖകളുണ്ട്. ചർച്ച് കെട്ടിടം നിർമ്മിച്ചത് 11-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 15-ാം നൂറ്റാണ്ട് വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലായിട്ടാണ്. 1519 ഇതിൻ്റെ നിർമ്മാണം ഇന്ന് കാണുന്ന രീതിയിലായി എന്നാണ് ചരിത്രം പറയുന്നത്. 1962 മുതൽ ഇതൊരു കത്തീഡ്രലായി മാറി. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഗോത്തിക് സ്റ്റൈലിലാണ്. ഇതിൻ്റെ ഉയരം 64 മീറ്ററാണ്, അതായത് 210 അടി. ഈ പൊക്കം ഇരുവശത്തുമുള്ള സ്പിയേഴ്സിൻ്റെ ഉയരം അടക്കമാണ്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഇതിൻ്റെ വാതിലുകളും ജനലുകളുമാണ്. നല്ല ഉയരത്തിലാണ് വാതിലുകളും ജനലുകളും നിർമ്മിച്ചിരിക്കുന്നത്. ജനൽ ഗ്ലാസുകളിൽ ഗോത്തിക് സ്റ്റൈലിൽ കാണാറുള്ള പെയിൻറ്റിങ്സ് ഉണ്ട്. ഉള്ളിൽ ധാരാളം പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, ഇന്ന് ഉള്ളിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അകത്ത് കടന്ന ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല. കത്തീഡ്രലൊക്കെ കണ്ട് തുടർന്നുള്ള കാഴ്ചകൾക്കായി നടക്കുകയാണ്. നല്ല വൃത്തിയുള്ള തെരുവാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ചുവരുകളിൽ എന്തൊക്കെയോ എഴുതി വികൃതമാക്കിയിരിക്കുന്നു. സർക്കാരിനെതിരെയുള്ള ഏതോ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ് ഈ ചുവരെഴുത്തെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെയാണ് ജനം അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. തുടർന്ന് എത്തിയത് ഒരു ഗ്യാലറിയിലേക്കാണ്. റോയൽ സെയിൻറ്റ് ഹബർട്ട് ഗാലറി. ഇതൊരു ഗ്ലാസ് കവേർഡ് ഷോപ്പിംഗ് ആർക്കേഡാണ്. 1846 മെയ് 6-നാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 1847 ജൂൺ 20-ന് ഈ പാസേജ് ഉദ്ഘാടനം ചെയ്തു. ഈ പാസേജിന് ഇരുവശവും ഗോത്തിക് സ്റ്റൈലിൽ പണിത സുന്ദരമായ കെട്ടിടങ്ങളാണുള്ളത്. ഈ പാസേജിന് 213 മീറ്റർ നീളമാണുള്ളത്. ഇതിനെ 3 സെക്ഷനായി തിരിച്ചിട്ടുണ്ട്. അവ കിങ്സ് ഗാലറി, ക്യൂൻസ് ഗാലറി, പ്രിൻസസ് ഗാലറി എന്നിങ്ങനെയാണ് പേരിട്ടിട്ടുള്ളത്. ഇതിൽ കിങ്സ് ഗാലറിക്കും ക്യൂൻ ഗാലറിക്കും 100 മീറ്റർ വീതം നീളമുണ്ട്. ബാക്കിയുള്ളതാണ് പ്രിൻസസ് ഗാലറി. പാസേജിൻ്റെ ലാസ്റ്റ് പോർഷനാണ് പ്രിൻസസ് ഗാലറി. അവിടെ ആ കാണുന്ന ഭാഗത്ത്, അതായത് ഗാലറികൾ തമ്മിൽ വേർതിരിക്കുന്ന ആ ചുവരിൽ കാണുന്നത് അന്നുണ്ടായിരുന്ന 4 പ്രിൻസസിൻ്റെ സ്കൾപ്ചേഴ്സാണ്. ഇവിടെ ഷോപ്പിംഗ് സെൻറ്റർ മാത്രമല്ല ഉള്ളത്, കഫേകളും മ്യൂസിയവും സിനിമാ ഹാളും ഒക്കെ ഉണ്ട്. ഇവരുടെ ഔട്ട്ഡോർ കഫേ സംസ്കാരം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒന്നാക്കി മാറ്റുക എന്ന ലക്ഷ്യവും ഈ നിർമ്മാണത്തിന് പിന്നിലുണ്ട്. 1986-ൽ ഈ നിർമ്മിതിയെ ഹിസ്റ്റോറിക് മോണ്യുമെൻറ്റ്സ് എന്ന ലിസ്റ്റിൽപ്പെടുത്തി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം ടൂറിസ്റ്റുകളുണ്ട് ഇതിനകത്ത്, പല ദേശക്കാർ. നടന്നു പോകാൻ ഇപ്പോൾ തന്നെ നല്ല പ്രയാസമുണ്ട്, ഇന്ന് തിരക്ക് കുറഞ്ഞ ദിവസമായിട്ട് പോലും. സാധാരണ നിരത്തുകളുടെ വശങ്ങളിൽ കാണാറുള്ളത് പോലുള്ള കഫേകൾ ഈ പാസേജിലെ പല ഭാഗത്തും കാണാം. അതൊന്നും ടൂറിസ്റ്റുകൾക്കൊരു തടസ്സമാകുന്ന രീതിയിലല്ല ഒരുക്കിയിട്ടുള്ളത്. നല്ല കൺസെപ്റ്റിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത ഒരു ഷോപ്പിംഗ് മാൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഗാലറിയിൽ നിന്ന് ഇറങ്ങിയത് അടുത്തൊരു വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. കല്ലുപാകി മനോഹരമാക്കിയ സ്ട്രീറ്റുകളാണ്. ഔട്ട്ഡോർ കഫേ സംസ്കാരത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. വൈകുന്നേരമായാൽ ഇവിടെല്ലാം സജീവമാകും.
തെരുവിൽ ഏറ്റവും അധികം കാണാൻ കഴിയുന്നത് പബ്ബുകളും ബിയർ പാർലറുകളും ഒക്കെയാണ്. ഇവിടെ സാധാരണ കഫേകളിൽ പോലും മദ്യം വിളമ്പും. ഇതൊരു മിനി ഡിസ്റ്റിലറിയാണ്. ഇവിടെ 2004 പരം വിവിധ ബിയറുകൾ കിട്ടും എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ ഈ സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലും ഇത്തരം ധാരാളം മിനി ഡിസ്റ്റിലറികളും വൈനറികളും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ചുവപ്പ് നിറത്തിലുള്ള ഒരു പ്രത്യേകതരം ബിയർ ലഭിക്കുമെന്നും അത് ഇവിടുത്തെ ഒരു പോപ്പുലർ ബ്രാൻഡാണെന്നും ഗൈഡ് വിശദീകരിച്ചു. ഇവിടെ ആരും ഇത് കുടിച്ച് ബോധമില്ലാതെ ഒരിടത്തും കിടക്കുന്നത് കണ്ടില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരം സ്ഥാപനങ്ങൾ വന്നാലുള്ള സ്ഥിതി ഊഹിക്കാവുന്നതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം സംസ്കാരം എന്തോ വലിയ അപരാധമാണെന്ന നമ്മുടെ ചിന്തയാണ് നമ്മുടെ ആളുകളെ സംസ്കാരമില്ലാത്ത കുടിയന്മാരാക്കി മാറ്റുന്നതെന്നാണ്. എന്തും നിയന്ത്രിക്കുമ്പോഴാണ് ആളുകൾക്ക് അതിനോട് അമിത താല്പര്യമുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ ടൂറിസം ശൈശവ ദിശയിൽ തന്നെ നിൽക്കുന്നതിന് പ്രധാന കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബാലിശമായ ചില ചിന്തകളാണ്. ഏഷ്യയിലെ പല രാജ്യങ്ങളും സാമ്പത്തിക ഉന്നതിയിലേക്ക് സഞ്ചരിക്കുന്നത് പ്രധാനമായും ടൂറിസം കൊണ്ടുള്ള വരുമാനത്തിലാണ്. അവിടെയെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ഒരു കടുംപിടുത്തവും ഇല്ല. നമ്മൾ പാശ്ചാത്യ മാതൃകയിൽ വികസിക്കുന്നു എന്ന് മേനി പറയുന്നതോടൊപ്പം ഇതൊക്കെ കൂടെ ഒന്ന് കണ്ടുപഠിക്കാൻ ശ്രമിക്കണം. അതെങ്ങനെ? അങ്ങനെ വല്ല പുരോഗമന പ്രവർത്തനവും തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിനെ തുരങ്കം വയ്ക്കാനും ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ മാനവീയം വീതിയിലുള്ള നൈറ്റ് ലൈഫ്. തുടക്കത്തിലെ നമ്മൾ ഭംഗിയായി തല്ലിത്തോൽപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ലഹരി മാഫിയകളാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ്. അവരോടൊപ്പം കുത്തക മദ്യ വ്യവസായികളും ചേർന്നിട്ടുണ്ടാകും. യൂറോപ്യൻ മാതൃകയിലുള്ള മിനി ഡിസ്റ്റിലറികളും വൈനറികളും വന്നാൽ കുത്തക കച്ചവടക്കാരുടെ അന്നം മുട്ടും. കുത്തകക്കാരിൽ സർക്കാരും ഉണ്ട് എന്നുള്ള വസ്തുത മറക്കണ്ട. നടന്ന് ഇപ്പോൾ ഞങ്ങൾ എത്തിയത് ഗ്രാൻഡ് പ്ലേസിലാണ്. ഗ്രാൻഡ് പ്ലേസ് എന്ന് ഫ്രഞ്ചിലും ഗ്രോട്ട് മാർക്കറ്റ് എന്ന് ഡച്ച് ഭാഷയിലും പറയും. ഗ്രോട്ട് മാർക്കറ്റ് എന്നാൽ ബിഗ് മാർക്കറ്റ് എന്നാണ് അർത്ഥം. ഇത് ബ്രസൽസ് സിറ്റിയുടെ സെൻട്രൽ സ്ക്വയർ ആണ്. ഈ സ്ക്വയറിനെ ഗോൾഡൻ സ്ക്വയർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടം ബ്രസൽസിലെ ഒരു പ്രധാന മാർക്കറ്റ് പ്ലേസ് കൂടെയാണ്. ഇത് കൂടാതെ ചുറ്റിലും പല ആവശ്യങ്ങൾക്കായി പണിത കെട്ടിടങ്ങളാണുള്ളത്. ഈ നിർമ്മാണങ്ങളെല്ലാം തന്നെ ഗോത്തിക് സ്റ്റൈലിലുള്ളവയാണ്. എന്താണ് ഗോത്തിക് സ്റ്റൈൽ? 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തുടങ്ങി 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു നിർമ്മാണ രീതിയാണ് ഗോത്തിക് സ്റ്റൈൽ എന്നറിയപ്പെടുന്നത്. ഇതിനെ വിക്ടോറിയൻ ഗോത്തിക് സ്റ്റൈൽ എന്നും പറയും. ഇത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. യൂറോപ്പ് മുഴുവനും കൂടാതെ ഏഷ്യയിലും ആഫ്രിക്കയിലും വരെ ഈ തരത്തിലുള്ള ആർക്കിടെക്ചർ മൂവ്മെൻറ്റ് അക്കാലത്തുണ്ടായിരുന്നു. ഇരുട്ടിനെയും ഹൊററിനെയും എംഫസൈസ് കൊണ്ടുള്ള ഒരു കണ്ടംപററി ആർട്ട് മൂവ്മെൻ്റാണ് ഗോത്തിക് സ്റ്റൈലിലുള്ളത്. കാത്തലിക് ചർച്ചുകളുടെ നിർമ്മാണത്തിനാണ് ഈ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. ഈ കാണുന്നതാണ് ടൗൺ ഹാൾ എന്നറിയപ്പെടുന്ന കെട്ടിടം. ഇത് ഈ സിറ്റിയുടെ ഭരണസിരാ കേന്ദ്രമാണ്. ഇതിലാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകളും കോടതിയും ഒക്കെ ഉള്ളത്. അഡ്മിനിസ്ട്രേഷനിൽ പ്രധാനം മേയേഴ്സ് ഓഫീസാണ്. AD 1401 തുടങ്ങി 1455 ഇതിൻ്റെ പണി പൂർത്തിയായത്. 100 മീറ്റർ പൊക്കമുണ്ട് ഈ കെട്ടിടത്തിന്. ഇതിൻ്റെ ഏറ്റവും മുകളിലായി സെയിൻറ്റ് മൈക്കിളിൻ്റെ ഒരു പ്രതിമയും ഉണ്ട്. ആ കാണുന്നതാണ് ബ്രസൽസ് സിറ്റി മ്യൂസിയം. ഇത് ടൗൺ ഹാളിന് നേരെ ഓപ്പോസിറ്റായാണുള്ളത്. ഇത് 15-ാം നൂറ്റാണ്ടിലെ ഒരു നിർമ്മിതിയാണ്. 19-ാം നൂറ്റാണ്ടിൽ പുതുക്കിപ്പണിതു.
ഈ മ്യൂസിയത്തിൽ 7000-ത്തിലധികം പുരാവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ആർട്ട് ഫാക്ടേഴ്സും പെയിൻറ്റിങ്സുകളും മറ്റു പുരാവസ്തുക്കളും ഒക്കെ ഉൾപ്പെടും. ഇപ്പോൾ ഈ കെട്ടിടം പുതുക്കി പണിയുന്നതിനായി അടച്ചിട്ടിരിക്കുകയാണ്. കാലപ്പഴക്കം കൊണ്ട് ഇപ്പോൾ ഈ സ്ട്രക്ചർ സേഫ് അല്ലാതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളെ അകത്തേക്ക് കടത്താത്തത്. ഈ കാണുന്നതാണ് കിങ്സ് ഹൗസ് എന്ന പേരിലുള്ള കെട്ടിടം. ഇതിനെ ബ്രെഡ് ഹൗസ് എന്നും പറയും. ഇതും നിയോ ഗോത്തിക് സ്റ്റൈലിൽ പണിത കെട്ടിടമാണ്. ഇത് സിറ്റി അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായുള്ള ഓഫീസ് കെട്ടിടമാണ്. 1504 തുടങ്ങി 1536 ആണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. 1516 ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന ചാൾസ് അഞ്ചാണ് ഈ കെട്ടിടത്തിന് കിങ്സ് ഹൗസ് എന്ന് പേരിട്ടത്. ബ്രെഡ് ഹോം എന്നത് ഡച്ച് ഭാഷയിലുള്ള പേരാണ്. ഈ കെട്ടിടം പല പ്രാവശ്യം പുതുക്കി പണിതിട്ടുണ്ട്. 1767 ഈ കാണുന്ന രീതിയിലുള്ള പുതുക്കിപ്പണി നടന്നത്. ഈ സ്ക്വയറിന് ചുറ്റിലുമുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഈ സ്ക്വയറിൽ ഇപ്പോഴും ചില പ്രത്യേക ദിവസങ്ങളിൽ ചന്ത കൂടാറുണ്ടെന്നാണ് ഗൈഡ് പറയുന്നത്. ആ ദിവസങ്ങളിൽ ചുറ്റിലുമുള്ള ഈ കെട്ടിടങ്ങൾ ലൈറ്റപ്പൊക്കെ ചെയ്ത് മനോഹരമാക്കാറുണ്ട്. ഇവിടുള്ള കെട്ടിടങ്ങൾ പലപ്പോഴും പലരും ആക്രമിച്ച് കേടുപാട് വരുത്തുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലുണ്ടായിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവവും അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടുള്ള പല പല സംഘടനകളും ഈ കെട്ടിടങ്ങളെയും ബാധിച്ചിരുന്നു. പല പ്രാവശ്യം ഇത് പുതുക്കി പണിയേണ്ടിയും വന്നിട്ടുണ്ട്. ഈ സ്ക്വയറിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വഴികരിയിലുള്ള ഈ സ്കൾപ്ചർ കണ്ടോ? ഇതൊരു ചെമ്പിൽ നിർമ്മിച്ച് കറുത്ത പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു സ്കൾപ്ചറാണ്. എന്നാൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾ നിറം മാറി ഒറിജിനൽ കളറായിട്ടുണ്ട്. കൂടാതെ തേയ്മാനവും സംഭവിച്ചതായി കാണാൻ കഴിയുന്നു. അതിന് രസകരമായ ഒരു കാരണമുണ്ട്. ഈ പ്രതിമയുടെ പല ഭാഗത്തും തടവിയാൽ പല പല ഗുണങ്ങൾ ഉണ്ടാകും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തൊട്ടുണ്ടായതാണ് ഈ നിറവ്യത്യാസം. ഇത് ഒരു പുരുഷൻ കിടക്കുന്നതായ പ്രതിമയാണ്. കാലിൻ്റെ ഭാഗത്ത് ഒരു നായയും കിടപ്പുണ്ട്. മുകളിൽ ഒരു മാലാക പറക്കുന്നതും കാണാം. ഇതിൽ കളർ മാറിയ ഭാഗങ്ങൾ ഓരോ ഗുണത്തിനായി ആളുകൾ തടവിയതാണ്. കയ്യിലാണ് ഏറ്റവും അധികം ആളുകൾ തടവിയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാലുകളിലും കാൽമുട്ടിലും എന്നുവേണ്ട മൂക്കിലും പുതപ്പിലും വരെ തടവിയിട്ടുണ്ട്. 1320 ഇത് നിർമ്മിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ കൂടെ ഒരു ചോദ്യചിഹ്നവുമുണ്ട്. പ്രതിമയുടെ താഴെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഒരു തവളയുടെ പ്രതിമയുള്ള സ്ഥലം. അവിടെ തടവിയാൽ ധാരാളം പണമുണ്ടാകും എന്നാണ് വിശ്വാസമെന്ന് പറഞ്ഞ ഉടൻ തടവാനുള്ള തള്ളു തുടങ്ങി. ഞാനും ഒന്ന് തടവി. അതാണ് നമ്മൾ. പക്ഷെ കൂടുതൽ ആളുകളും തടവി തേഞ്ഞിരിക്കുന്നത് ഈ ഭാഗമല്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ധനസമ്പാദനത്തിനുള്ള പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്ത് നടത്തം തുടരുകയാണ്. ഇവിടെ ഒരു ഇൻസ്റ്റലേഷൻ കാണുന്നുണ്ട്. ഒരു ട്രോളിയിൽ ഒരു കുട്ട നിറയെ പൊട്ടറ്റോസ് അടുക്കി വച്ചിരിക്കുന്നു. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് നമ്മൾ പറയും, അതാണ് ആ സാധനം. ബെൽജിയംകാരുടെ ഒരു പ്രധാന ഭക്ഷണമാണ് പൊട്ടറ്റോ. ബെൽജിയം മാത്രമല്ല, യൂറോപ്പിലെ മിക്കവാറും എല്ലാ നാട്ടിലും ഉള്ളവരുടെ ഒരു പ്രധാന ഭക്ഷണമാണ് ഇത്. ഇവർ ഇതിനെ പൊട്ടറ്റോ ചിപ്സ് എന്നാണ് പറയുന്നത്. അത് നിർമ്മിച്ചു വിൽക്കുന്ന കടകളാണ് ഈ സ്ട്രീറ്റിൽ എവിടെയും കാണാൻ കഴിയുന്നത്. ഇത് ഇവരുടെ ഒരു നാഷണൽ ഫുഡാണ്. നടത്തം തുടരുകയാണ്. നടവഴിയുടെ ഇരുഭാഗത്തും ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ്. തുണിക്കടകളും മിഠായിക്കടകളും എന്ന് വേണ്ട മദ്യ ഷോപ്പുകൾ വരെയുണ്ട് വഴിയിലുടനീളം.
ഈ വഴികൾ പല സ്ഥലത്തും പ്രധാന റോഡുമായി ക്രോസ് ചെയ്യുന്നുണ്ട്. വഴിയുടെ ഇരുവശവുമുള്ള കെട്ടിടങ്ങളുടെ ഭംഗി ഒന്ന് നേരിൽ കാണേണ്ടത് തന്നെ. പ്രധാന റോഡിലൂടെ ട്രാമുകൾ ഓടുന്നുണ്ട്. പല പല ഇടവഴികളിലൂടെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുള്ള ഒരു പ്രധാന സ്ക്വയറിലാണ്. ഈ സ്ക്വയറിനെ ഇത്രയ്ക്ക് പോപ്പുലറാക്കിയത് ആ നിൽക്കുന്ന കുട്ടിയാണ്. ഇതാണ് മനേക്കൻ പിസ്. ഒരാൺകുട്ടി ഡ്രസ്സൊന്നുമില്ലാതെ നിഷ്കളങ്കമായി നിന്ന് മൂത്രമൊഴിക്കുന്നതാണ് പ്രതിമ. ഇപ്പോൾ ഈ പ്രതിമയിൽ ഡ്രസ്സുണ്ട്, എന്നാൽ അത് അടുത്ത കാലത്ത് ഇട്ടുകൊടുത്തതാണ്. ഇത് ബ്രസൽസിൻ്റെ ഒരു അറിയപ്പെടുന്ന സിംബലുകളിലൊന്നാണ്. ഒരുപക്ഷെ അറ്റോമിയം കഴിഞ്ഞാൽ ഇതായിരിക്കും ബ്രസൽസിനെ അടയാളപ്പെടുത്തുന്ന ഒന്ന്. മനേക്കൻ എന്നത് ഡച്ച് ഭാഷയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ മനേക്കൻ പീസ് അല്ല. അത് 1619 ബ്രോൺസ് മെറ്റൽ ഉപയോഗിച്ച് 55.5 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒന്നാണ്. അത് പല പ്രാവശ്യം മോഷ്ടിക്കപ്പെടുകയും ഭാഗികമായി നശിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബ്രസൽസ് സിറ്റി മ്യൂസിയത്തിലാണുള്ളത്. ഇതതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 1770 ഈ സ്മാൾ വെർഷൻ ഇവിടെ സ്ഥാപിച്ചത്. കുട്ടികൾ നിഷ്കളങ്കമായി നിന്ന് മൂത്രമൊഴിക്കുന്ന ഇത്തരം പ്രതിമകൾ പുരാതന കാലം മുതൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേർഷനാണ് 1619 ജെറോം എന്ന ശില്പി പണിത യഥാർത്ഥ മനേക്കൻ പീസ്. ഇവിടെ ഇത് ആളുകൾ മിസ്യൂസ് ചെയ്തു തുടങ്ങിയതോടെയാണ് ഈ വേലിക്കെട്ട് നിർമ്മിച്ചത്. ബിയർ ട്യൂബ് വഴി കടത്തി മനേക്കൻ പീസിലെത്തിച്ച് ആ വരുന്ന പിസിനെ ആളുകൾ കളക്ട് ചെയ്ത് കുടിക്കുന്ന ഒരു പതിവ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ലാൻഡ് ഓർഡർ സിറ്റുവേഷനിലേക്ക് ആയപ്പോഴാണ് ഈ വേലി കെട്ടിയത്. ഈ കാണുന്നത് മനേക്കൻ പീസിൻ്റെ ഒരു ഫീമെയിൽ പതിപ്പാണ്. ഇക്കാര്യത്തിൽ പോലും യൂറോപ്യൻസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അനുവദിക്കില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണം. ഇത് 1987 ഇവിടെ സ്ഥാപിച്ചത്. ഇത് നിർമ്മിച്ചത് 1985. ജെന്നേക്കെ പീസ്, അതാണ് ഇതിൻ്റെ പേര്. മൂത്രമൊഴിക്കുന്നതിൽ പോലും സമത്വമുള്ള നാട്. എന്താ അല്ലേ? മനേക്കൻ പിസും ജനേക്ക പിസും ഇപ്പോൾ ലോകത്ത് പല ഭാഗത്തുമുണ്ട്. ഇവിടെ മിക്കവാറും എല്ലാ കടകളിലും ഇത് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾ എത്തിയത് ബെൽജിയത്തെ മറ്റൊരു അട്രാക്ഷനായ ചോക്ലേറ്റ് ഷോപ്പിലേക്കാണ്. ഞങ്ങളെ ഗൈഡ് ഇവിടെ എത്തിച്ചതാണ്. ലോകത്തെ ബെസ്റ്റ് ചോക്ലേറ്റുകളിൽ ഒന്നാണ് ബെൽജിയം ചോക്ലേറ്റ്. പല തരത്തിലുള്ള ചോക്ലേറ്റ് ഉണ്ട് ഇവിടെ, പല വിലയ്ക്കുള്ളവ. എല്ലാവർക്കും സാമ്പിൾ കിട്ടും. സാമ്പിളും വാങ്ങി കഴിച്ച് അടുത്ത കടയിൽ പോയാൽ വീണ്ടും സാമ്പിൾ കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഇനിയും യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ വാങ്ങേണ്ടവർക്കെല്ലാം വാങ്ങാമെന്ന് തീരുമാനിച്ചു. കച്ചവട തന്ത്രം കണ്ടോളൂ. ഇവിടെ ചോക്ലേറ്റ് മാത്രമല്ല, മനേക്കൻ പിസിൻ്റെ ഡ്രസ്സ് ഇട്ടതും ഇടാത്തതുമായ പല വലിപ്പത്തിലുള്ള പ്രതിമകളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്.
ചോക്ലേറ്റ് കച്ചവടം പൊടി പൊടിക്കവേ ഞാൻ പുറത്തിറങ്ങി. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഒരു കെട്ടിടത്തിൻ്റെ ചുവരുകളിൽ സൈക്കിളുകൾ ഭംഗിയായി ഉറപ്പിച്ചിരിക്കുന്ന കാഴ്ച. അത് യഥാർത്ഥ സൈക്കിളുകളാണെന്ന് തോന്നുന്നു. ഓരോരോ കലാവാസനയെ. ആ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബാറാണുള്ളതെന്ന് തോന്നുന്നു. പുറത്ത് നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിലിരുന്ന് സുഖമായി മദ്യപിക്കാം. ചോക്ലേറ്റൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ കുറേ കുട്ടികൾ മനേക്കൻ പിസിൻ്റെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ തമാശകൾ പറയുകയും ആ ക്രിയേറ്റിവിറ്റി കണ്ട് ആസ്വദിക്കുകയൊക്കെയാണ്. തൊട്ടടുത്തായി നേരത്തെ കണ്ട ബാറിൻ്റെ മുമ്പിൽ തെരുവിൽ നിന്ന് ഒരാൾ അയാളുടെ കലാപ്രകടനം നടത്തുകയാണ്. അത് കുട്ടികൾ നന്നായി ആസ്വദിക്കുകയും എൻ്റെ ക്യാമറ കണ്ട് ഇടയ്ക്ക് നാണിക്കുകയും വീണ്ടും വീണ്ടും അവിടെ എത്തി അത് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല മധുരമായ ഗാനമാണ് അയാൾ ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് പാടുന്നത്. ഭാഷ വശമില്ലെങ്കിലും പാട്ട് കേൾക്കാൻ നല്ല ഇമ്പമുണ്ട്. സമയം കഴിയും തോറും ആളുകൾ കൂടുന്നുണ്ട്. മറ്റൊരു ഗ്രൂപ്പ് പെൺകുട്ടികൾ അവിടെ എത്തി പാട്ടിനൊപ്പം ഡാൻസ് തുടങ്ങി. എൻ്റെ ക്യാമറ കണ്ടവർ അതിൽ നോക്കി ഒന്ന് അഭിനയിച്ചിട്ടാണ് അവിടെ വിട്ടത്, യാതൊരു സങ്കോചവും കൂടാതെ. അതാണ് പാശ്ചാത്യ രീതി. പരിചയമില്ലെങ്കിലും വിഷ് ചെയ്യും. പാട്ടൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ദേവിമോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഐസ്ക്രീം കഴിക്കുന്നതാണ് കണ്ടത്. ഒരു ചെറിയ സ്കൂപ്പ്. നടത്തം തുടരുകയാണ്. ഇവിടെ മറ്റൊരു സ്ക്വയറിൽ ഒരു ഗായിക തൻ്റെ കലാപ്രകടനം നടത്തുന്നു. ആ കാണുന്ന റെസ്റ്റോറൻറ്റുകളുടെ പ്രചരണത്തിനായി കൊണ്ടുവന്ന് നിർത്തി പാടിക്കുന്നതാണെന്ന് തോന്നുന്നു. വൈകുന്നേരമാകും തോറും തെരുവ് സജീവമാവുകയാണ്. ഇതാ ഇവിടെ ഒരു ഇന്ത്യൻ ബ്യൂട്ടി. ലോകത്തെവിടെ പോയാലും നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു കച്ചവട കേന്ദ്രമെങ്കിലും കാണാം. നടത്തം തുടരുകയാണ്. ഈ വലതുവശത്ത് കാണുന്നത് ഇവിടുത്തെ നാഷണൽ ബാങ്കാണ്. അത് കണ്ടോ, പ്രത്യേകമായ ഒരു രൂപവുമില്ലാത്തൊരു ശില്പം. പാറക്കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. എന്തായാലും അതിനും ഒരു ഭംഗിയുണ്ട്, അതിൻ്റേതായ ഭംഗി. നഗര കാഴ്ചകൾ അവസാനിപ്പിച്ച് ഗൈഡിന് ബൈ പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി പോകുന്നത് ഇവിടെയുള്ള മറ്റൊരു ഐക്കോണിക് അട്രാക്ഷൻ കാണാനാണ്. ഈ വലതുവശത്ത് കാണുന്നത് ഇവിടുത്തെ പ്രശസ്തമായ ഒരു മാധ്യമ സ്ഥാപനമാണ്. യൂറോപ്പിലെ ഏറ്റവും പോപ്പുലറായ CCN ചാനലിൻ്റെ ആസ്ഥാന മന്ദിരം. ആ കാണുന്നതൊരു പള്ളിയാണ്.
ഇവിടെ യൂറോപ്പിൽ ഒരു കാലത്ത് ധാരാളം പണം മുടക്കി പണിത ഇത്തരം പള്ളികളിൽ പലതും ഇപ്പോൾ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുകയാണ്. വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതിനാൽ പല പള്ളികളുടെയും പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മത്സരിച്ച ആരാധനാലയങ്ങൾ പണിയുന്ന തിരക്കിലാണ്. ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നും മതവും അതിൻ്റെ ഉപോൽപ്പന്നമായ വിശ്വാസങ്ങളും നഷ്ടപ്പെടുമ്പോഴാണ് നാം അതിലേക്ക് കടക്കുന്നത് എന്നത് ഒരു വിരോധാഭാസം തന്നെ. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബ്രസൽസിലെ മറ്റൊരു ഐക്കോണിക് അട്രാക്ഷനായ അറ്റോമിയം എന്ന നിർമ്മിതിയുടെ അടുത്താണ്. 1958 ബ്രസൽസ് വേൾഡ് ഫെയറിനോടനുബന്ധിച്ച് നിർമ്മിച്ചതാണ് ഈ സ്ട്രക്ചർ. ഇതിന് 102 മീറ്റർ പൊക്കമുണ്ട്, അതായത് 335 അടി. ഇതിന് അറ്റോമിയം എന്ന് പേരിടാൻ കാരണം ഇതിന് ഒരു ആറ്റത്തിൻ്റെ ഘടനയും അലുമിനിയം എന്ന മെറ്റൽ ഉപയോഗിച്ച് നിർമ്മിച്ചതും ആയതുകൊണ്ടാണ്. ഇതൊരു യൂണിസെല്ലിൻ്റെ മാതൃകയാണ്. അയൺ ക്രിസ്റ്റൽ ആറ്റം 165 ബില്യൺ ടൈംസ് വലുതാക്കിയ സൈസിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 18 മീറ്റർ വ്യാസമുള്ള 9 സ്പിയറുകൾ പൈപ്പുകൾ ഉപയോഗിച്ച് ഒരു ആറ്റത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചതാണിത്. ഇതിലെ സെൻട്രലുള്ള പൈപ്പിൽ ഒരു ലിഫ്റ്റുണ്ട്. മറ്റു ചരിഞ്ഞ പൈപ്പുകൾക്കുള്ളിലൂടെ സ്റ്റെയറുകളും എസ്കലേറ്ററുകളുമുണ്ട്. അതിലൂടെ മുകളിലുള്ള 6 സ്പിയറുകളിലേക്ക് കടക്കാം. ഈ കാണുന്ന സ്പിയറുകൾക്കുള്ളിൽ എക്സിബിഷൻ ഹാളുകളും പബ്ലിക് സ്പേസസും ഒക്കെയാണുള്ളത്. ഏറ്റവും ഉയരത്തിലുള്ള സ്പിയറിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്നാൽ ബ്രസൽസ് സിറ്റി 360 ഡിഗ്രിയിൽ ചുറ്റിക്കാണാൻ കഴിയും. അലുമിനിയം ഫ്രെയിം വർക്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാഡ് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം 6 ലക്ഷം പേരാണ് ഇത് കാണാൻ ഇവിടെ എത്തുന്നത്. ഒരു മനോഹരമായ ഫൗണ്ടനും ഇതിനോടനുബന്ധിച്ചുണ്ട്. അറ്റോമിയമൊക്കെ കണ്ട് യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് യൂറോപ്പിലെ മറ്റൊരു രാജ്യത്തേക്കാണ്, നെതർലാൻഡിലേക്ക്. നെതർലാൻഡിലെ ഹേഗ് എന്ന സ്ഥലത്തേക്ക്. അവിടെയുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് രാത്രി തങ്ങാൻ പോകുന്നത്. ബെൽജിയം ഒരു ചെറിയ രാജ്യമാണ്. തലസ്ഥാനം ബ്രസൽസ്. ബ്രസൽസിൻ്റെ വിസ്തീർണം 162.4 സ്ക്വയർ കിലോമീറ്ററാണ്. ബ്രസൽസിൻ്റെ പോപ്പുലേഷൻ 12,35,192 ആണ്. ബെൽജിയത്തിൻ്റെ വിസ്തീർണം 30,689 സ്ക്വയർ കിലോമീറ്ററാണ്. ബെൽജിയത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഡച്ചും ഫ്രഞ്ചും ജർമ്മനുമാണ്. ബെൽജിയത്തിൻ്റെ കറൻസി യൂറോയാണ്. ബെൽജിയത്തിലെ പോപ്പുലേഷൻ 116,97,557 ആണ്. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുടെ 1/3 മാത്രം. ബെൽജിയത്തിലെ പോപ്പുലേഷനിൽ 64% ക്രിസ്ത്യാനികളാണ്. 7.4% മുസ്ലിങ്ങളും 0.9% മറ്റു മതസ്ഥരുമാണുള്ളത്. ബാക്കിയുള്ള 28% ആളുകൾ ഏതൊരു മതത്തിലും പെടാത്തവരാണ്. അതായത് ആളുകളിൽ 1/3 പേർക്ക് മതവും ദൈവവും ഇല്ല. പീസ് ഇൻഡെക്സിൽ മുൻനിരയിലുള്ള രാജ്യങ്ങളായ ഐസ്ലാൻഡ്, ന്യൂസിലാൻഡ്, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലൊന്നും ഇന്ന് മതമോ അതിൻ്റെ സൃഷ്ടിയായ ദൈവങ്ങളോ ഇല്ല. നമ്മുടെ ഈ യാത്രയിൽ പലപ്പോഴും പാടിയ ഒരു പാട്ടുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്നു മണ്ണു പങ്കുവച്ചു. ഈ അർത്ഥവത്തായ പാട്ട് പല ആളുകൾ പല പ്രാവശ്യം നമ്മുടെ വണ്ടിയിൽ പാടിയവർക്കും അത് ആസ്വദിച്ച് കൈയടിച്ചവർക്കും ബിഗ് സല്യൂട്ട്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഒരു ടണലിനുള്ളിലൂടെയാണ്. കിലോമീറ്ററുകൾ നീളമുള്ള ടണലാണിത്. നേരെ കുറുകെയല്ല മല തുറന്നിരിക്കുന്നത്. വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട് ഈ ടണലിൽ.
ഇവിടെ ഒരു വലിയ വിൻഡ് പാടം കാണുന്നുണ്ട്. നമ്മൾ ബെൽജിയം വിട്ട് നെതർലാൻഡിൽ കയറി എന്നാണ് തോന്നുന്നത്. രാജ്യ അതിർത്തി കടക്കുന്നത് നമ്മൾ അറിയുന്നു പോലുമില്ല. ഏത് രാജ്യത്തെത്തി എന്നറിയാൻ വഴിയിൽ സൈൻ ബോർഡുകളിൽ ഇംഗ്ലീഷ് ഭാഷ കാണുന്നില്ല. വീണ്ടും ഒരു ടണലിൽ പ്രവേശിച്ചു. നല്ല നിലവാരമുള്ള ടണലുകളാണ് യൂറോപ്പിലുള്ളത്. എന്തായാലും ഇത് ഒരു പുതിയ രാജ്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം 6:45. അത്യാവശ്യം തണുപ്പുമുണ്ട്. 13 ഡിഗ്രിയാണ് പുറത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഇവിടെ ഡിന്നർ കഴിക്കുന്നതിനുള്ള സമയമായി. ഇനി ഡിന്നർ കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് പോകും. ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിന് ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലെത്തി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമുണ്ട്. ബുധനും ശനിയും രാത്രി 7 മണിക്ക്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.